എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമാണ്. എനിക്കിത് ബിസിനസ്സല്ല. അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന ആത്മീയതയുടെ ഒരു മേഖലയിൽ ഗാനങ്ങൾ പോലും ഹൃദയത്തിലും ചുണ്ടിലും നാവിലുമൊക്കെ എത്തി നിൽക്കണം. ഇതിനകത്തൊക്കെ ചില ബാഹ്യ പ്രേരണകളുണ്ട്. ദിവികാരൻ്റെ ധ്യാനങ്ങൾ ആരംഭിച്ചപ്പോൾ ഈശോയെ എഴുന്നേൽച്ച് വെക്കും. അങ്ങനെ ഈ ഈശോയെ എഴുന്നേൽച്ച് ആൾക്കാരെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആരാധനയുണ്ട്, സ്തുതിയുണ്ട്, അതൊക്കെ പറയും. അന്നേരമാണ് ആ ഒരു സാഹചര്യത്തിൽ പാടാൻ പറ്റിയ ഡെപ്തുള്ള ഒരു പാട്ട് പാടും. അതിനാണ് ഓസ്തിയിൽ പാടും ദൈവമേ എന്ന ഗാനം വന്നത്. അത് ലോകമെമ്പാടും പാടുന്നൊരു പാട്ടാണ്. പിന്നെ വിശുദ്ധ കുർബാന എഴുന്നേൽച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രേക്ഷക മേഖല അതല്ലേ, ഇതെന്തായി അൾത്താരയിൽ ഇരിക്കുന്നത്? നമ്മുടെ ദൈവം നമ്മോട് കൂടിയത് ഈ അൾത്താരയിൽ ഈ തിരുവോസ് നമ്മുടെ ഇടയൻ ഇതാണ്. ചില ഇടയെന്ന് പാടും. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇടയിൽ, ഗാഡ് എമംഗ് അസ് ആൻഡ് ഗാഡ് വിത്ത് അസ്, അതാണ് നമ്മുടെ ഇടയിലിതാണ്. അപ്പോൾ ഒരു ദൈവം ഇറങ്ങി വന്നു പഴയ നിയമത്തിൽ. അതിൻ്റെ റെഫറൻസസ് ഒക്കെ എനിക്കുണ്ട്. ഞാൻ ഒരു ദൈവത്തിനെ കുറിച്ച് ആളെ സംശയം ചോദിക്കാറുണ്ട്. രണ്ട് ദൈവമുണ്ടോ? അല്ല, ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ ഇസ്രായേലിൻ്റെ ചരിത്രം ഒരു ദൈവമാണ്. ആ ദൈവമുണ്ട്. അവൻ ജീവൻ്റെ അപ്പമായ ആ ഇന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബന്ധിപ്പിക്കുന്ന ഒരു പാട്ടാണ്.